ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ടോപ്പിക്ക് ഡിപ്പാർട്ട്മെൻറ്റേഷനാണ്. എന്താ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരേ തരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ ഒരേ ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റും, അല്ലെങ്കിൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയാം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ സെക്ഷൻസ് ആക്കി മാറ്റുന്ന സമയത്ത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള മേൽനോട്ടം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോൾ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിലെ ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ജോബുകളെ എന്ത് ചെയ്യുക? ഒരേ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോട്ട്സ് ഒന്ന് നോക്കാം. നോട്ട്സ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നോട്ട്സ് നമ്മൾ വീഡിയോ ആയിട്ട് നോട്ട്സ് പറയുന്ന സമയത്ത് അതിൽ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അത് വെച്ചുകൊണ്ട് മാത്രം നോട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. Departmentation refers to grouping of jobs identified earlier into work units on some logical basis. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യുക? ജോബിനെ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ജോബ്, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയിരിക്കുന്ന ജോബിനെ പലതരം യൂണിറ്റുകളാക്കിയിട്ട് തിരിക്കുക ഓൺ സം ലോജിക്കൽ ബേസിസ്, ഒരു പ്രത്യേക അടിസ്ഥാനത്തിൽ. Different systems use different words denote departmentation. പല സിസ്റ്റങ്ങൾ, നമ്മുടെ സമൂഹത്തിലുള്ള പല സിസ്റ്റങ്ങൾ പല തരത്തിലുള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഡിപ്പാർട്ട്മെൻറ്റേഷനെ സൂചിപ്പിക്കുന്നത്. ഇൻ ദ മിലിറ്ററി ഓർഗനൈസേഷൻ ഗ്രൂപ്പ്, കമ്പനി ആൻഡ് ബറ്റാലിയൻ ആർ യൂസ്ഡ്. മിലിറ്ററി ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് പറയാം, കമ്പനി എന്ന് പറയാം, ആൻഡ് ബറ്റാലിയൻ. ഇതൊക്കെയാണ് എന്ത് ചെയ്യുക? ഡിപ്പാർട്ട്മെൻറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഗവൺമെൻറ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ബ്രാഞ്ച് ആൻഡ് സെക്ഷൻസ് ആർ യൂസ്ഡ്. ഗവൺമെൻറ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം, ബ്രാഞ്ച് എന്ന് പറയാം, സെക്ഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ദ പ്രൈവറ്റ് സെക്ടറെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിവിഷൻസ്, സെക്ഷൻസ്, സെൽസ് ഓർ പ്രോജക്ട്സ് ആർ യൂസ്ഡ്. പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഡിവിഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം, ഡിവിഷൻസ് എന്ന് പറയാം, സെക്ഷൻസ് എന്ന് പറയാം, സെൽസ് എന്ന് പറയാം, പ്രോജക്ട്സ് എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഡിപ്പാർട്ട്മെൻറ്റേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. Departmentation means the process by which similar activities of the business are grouped into units for the purpose of facilitate smooth administration at all levels. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എല്ലാ ലെവലിലും നല്ല രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ സാധ്യമാവാൻ, നല്ല രീതിയിലുള്ള കൺട്രോളിങ് സാധ്യമാവാൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരേ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരേ യൂണിറ്റുകളാക്കിയിട്ട് തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നു? ഡിപ്പാർട്ട്മെൻറ്റേഷൻ പറയുന്നതെന്ന് സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതിനെ സംബന്ധിച്ച് ചെറിയൊരു ഡെഫിനിഷൻ നോക്കുക. Departmentation refers to the classification of activities or operations of an undertaking into functionalized categories. അതായത് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ, ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുക? പ്രത്യേക കാറ്റഗറികളായിട്ട് തരംതിരിക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ പ്രൊഡക്റ്റ് വൈസ്, പ്രോസസ് വൈസ് ഓർ ഏരിയ വൈസ്. എങ്ങനെയൊക്കെ തരംതിരിക്കാൻ വേണമെങ്കിൽ പ്രൊഡക്റ്റ് വൈസ്, പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാവാം, പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിലാവാം, ഏരിയയുടെ അടിസ്ഥാനത്തിലൊക്കെ ആവാം. ഇറ്റ് എൻഷുവേഴ്സ് പ്രോപ്പർ ഡയറക്ഷൻ ടു ആൻഡ് കൺട്രോൾ ഓൺ ദം. അതെന്ത് ഉറപ്പ് തരുന്നുണ്ട്? നമുക്ക് ആ പ്രവർത്തനങ്ങളുടെ നമുക്ക് പ്രോപ്പർ ഡയറക്ഷൻ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, പ്രോസസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ വരുന്നത്? ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വർക്ക്. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഏതൊക്കെ വർക്കാണെന്ന് കണ്ടെത്തുക. അനാലിസിസ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് വർക്ക്. ഓരോ വർക്കിൻ്റെയും ഡീറ്റെയിൽസിനെ കുറിച്ച് അല്ലെങ്കിൽ വിലയിരുത്തുക, അത് കണ്ടെത്തുക. എന്തൊക്കെയാണ് ഓരോ വർക്കിലും വരുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്നൊക്കെ മനസ്സിലാക്കുക. മൂന്നാമത്തത്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ധർമ്മങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു ഓർഗനൈസേഷനിലുള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്തത്, എൻട്രസ്റ്റിംഗ് ദ ഫങ്ഷൻ ടു എ സെപ്പറേറ്റ് പേഴ്സൺ ഹു ഹാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദ റെസ്പെക്റ്റീവ് ഫീൽഡ്. അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിന് പറ്റിയ ആളുകൾക്ക് എൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ഫീൽഡിലും സ്പെഷ്യലിസ്റ്റായ ആളുകൾക്ക് എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ഫങ്ഷൻസ് അസൈൻ ചെയ്ത് കൊടുക്കുക. അഞ്ചാമത്തെ എന്ത് ചെയ്യുക? അങ്ങനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത ആളുകളുണ്ടാവില്ലേ, ഓരോ ഫങ്ഷണൽ ഹെഡ്സ് ഉണ്ടാവും. അവർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്തൊക്കെ അതോറിറ്റി ഉണ്ട്, ഏതൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരിക, പ്രോസസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ വരിക.
നെക്സ്റ്റ് ശ്രദ്ധിക്കുക, നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കാം, ഇറ്റ് ഇൻക്രീസസ് ദ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് ദി എംപ്ലോയീസ്. ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്? എംപ്ലോയീസിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് ദ എക്സിക്യൂട്ടീവ് ടു ബി അലേർട്ട് ആൻഡ് എഫിഷ്യൻറ്റ് ഇൻ ഹിസ് ഡ്യൂട്ടീസ്. ഓരോ എക്സിക്യൂട്ടീവിനെയും അവരുടെ ജോലിയെ സംബന്ധിക്കുന്ന ബോധവാന്മാരാക്കാൻ അല്ലെങ്കിൽ ബോധവാന്മാരാക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റേഷൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്രീസസ് ദ പ്രസ്റ്റീജ് ആൻഡ് സ്കിൽ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളും കാര്യങ്ങളും ഉണ്ടാവും. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലകളും കാര്യങ്ങളൊക്കെ അവരുടെ ഹെഡിനാണ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ പ്രസ്റ്റീജ് അല്ലെങ്കിൽ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റേഷൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് എഫിഷ്യൻറ്റ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റേഷൻ വഴി എന്ത് സാധ്യമാവുന്നുണ്ട്? അവരുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിനെ എഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഫർദർ എക്സ്പാൻഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് പോസിബിൾ. അതായത് സ്ഥാപനത്തിന് നല്ല രീതിയിൽ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ സാധ്യമാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തത്, ഇറ്റ് ഗിവ്സ് അഡ്വാൻറ്റേജസ് ലൈക്ക് ഫെസിലിറ്റേറ്റിംഗ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, എഫക്റ്റീവ് കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ, അറ്റൈനിങ് സ്പെഷ്യലൈസേഷൻ, ബെറ്റർ കോർഡിനേഷൻ എക്സെട്ര. അതായത് പലതരത്തിലുള്ള മറ്റ് അഡ്വാൻറ്റേജസ് കൂടി ഉണ്ടാകുന്നുണ്ട്. അതായത് ഓരോ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൺട്രോൾ ചെയ്യാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ബഡ്ജറ്റ് പ്രിപ്പറേഷൻ സാധ്യമാവും. എഫക്റ്റീവ് കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻഡിച്ചർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്പെഷ്യലൈസേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോർഡിനേഷൻ സാധ്യമാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ശ്രദ്ധിക്കുക, മെത്തേഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ നൽകുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ശ്രദ്ധിക്കുക, ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. 2, പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. 3, ടെറിട്ടോറിയൽ ഓർ ജോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. 4, കസ്റ്റമർ വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. 5, പ്രോസസ് ഓർ എക്വിപ്മെൻറ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. 6, കമ്പൈൻഡ് ഓർ കോമ്പോസിറ്റ് ഫോം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഓക്കെ, ഇനി ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ ടൈപ്പ് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ശ്രദ്ധിക്കുക, ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ സിമ്പിളായിട്ട് അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ ആക്ടിവിറ്റീസിനെ, പ്രവർത്തനങ്ങളെ അവിടെയുള്ള ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് തിരിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഇറ്റ് റെഫേഴ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് എൻ എൻ്റർപ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ്. പ്രവർത്തനങ്ങളുടെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ സച്ചേസ് പ്രൊഡക്ഷൻ, സെയിൽസ്, പർച്ചേസ്, ഫിനാൻസ്, പേഴ്സണൽ എക്സെട്ര. ഇങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പുകളാക്കുന്നതിനെയാണ് ഇത് പറയുക ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുക. നെക്സ്റ്റ്, പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു സ്ഥാപനത്തിലെ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പിംഗ് സാധ്യമാക്കുന്നതിനെയാണ് പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുക. ശ്രദ്ധിക്കുക, ദ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഈസ് വെരി പോപ്പുലർ വിത്ത് ലാർജ് ഓർഗനൈസേഷൻസ് ഹാവിങ് ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. അല്ലെ, വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ എന്താണ്? പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Under this method, all activities related to one type of product are put together under one department under the direction of a പ്രൊഡക്ഷൻ മാനേജർ. അതായത് ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുക, ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ കൺട്രോളിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് അടുത്തത് ടെറിട്ടോറിയൽ ഓർ ജോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ടെറിട്ടോറിയൽ ഓർ ജോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത ഏരിയകളിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ഏരിയകളുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ സാധ്യമാവുന്നതിനെയാണ് എന്ത് പറയുക? ടെറിട്ടോറിയൽ ഓർ ജോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയാം. ശ്രദ്ധിക്കുക, വെൻ സെവറൽ ആക്ടിവിറ്റീസ് ഓഫ് എൻ എൻ്റർപ്രൈസ് ആർ ജോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്, ടെറിട്ടോറിയൽ ഓർ ജോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ മേ ബി അഡോപ്റ്റഡ്. അതായത് വ്യത്യസ്ത ലൊക്കേഷനിലാണെങ്കിൽ എന്ത് ചെയ്യും? ടെറിട്ടോറിയൽ ഓർ ജോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ മേ ബി അഡോപ്റ്റഡ്. നെക്സ്റ്റ് അടുത്തത് കസ്റ്റമർ വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. കസ്റ്റമർ വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ, അതായത് നമുക്ക് സെർവ് ചെയ്യുന്ന കസ്റ്റമർ, നമ്മുടെ കസ്റ്റമർ എങ്ങനെയുള്ള കസ്റ്റമറാണ്? സാധാരണ കസ്റ്റമറാണോ? ഇൻഡസ്ട്രിയൽ കസ്റ്റമറാണോ? ഗവൺമെൻറ് കസ്റ്റമറാണോ? ഗവൺമെൻറ് സ്ഥാപനങ്ങളാണോ? അങ്ങനെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യൂണിറ്റുകളാക്കിയിട്ട് പ്രവർത്തനങ്ങളെ യൂണിറ്റുകളാക്കിയിട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് തിരിക്കുന്നതിനെയാണ് കസ്റ്റമർ വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയാം. A business house may be divided into number of departments on the basis of customer it serves. That is, large and small customers, ഇൻഡസ്ട്രീസ് ആൻഡ് അൾട്ടിമേറ്റ് ബയേഴ്സ്, ഗവൺമെൻറ് ആൻഡ് അതർ കസ്റ്റമേഴ്സ്. അങ്ങനെ വ്യത്യസ്ത കസ്റ്റമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ സാധ്യമാവുന്നതിനാണ് കസ്റ്റമർ വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയാം.
നെക്സ്റ്റ് അടുത്തതാണ് പ്രോസസ് ഓർ എക്വിപ്മെൻറ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. പ്രോസസ് ഓർ എക്വിപ്മെൻറ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥാപനത്തിൽ വ്യത്യസ്ത പ്രവർത്തനം, വ്യത്യസ്ത പ്രോസസ്സുകൾ ഉണ്ടാവും, വ്യത്യസ്ത പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ടാവാം, വ്യത്യസ്ത എക്വിപ്മെൻറ്റ് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. അങ്ങനെ എക്വിപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ സാധ്യമാവുന്നതിനെയാണ് പ്രോസസ് ഓർ എക്വിപ്മെൻറ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയാം. An enterprise where production is carried through different process may adopt process wise departmentation to enable continuous flow of production. അല്ലെ, വ്യത്യസ്ത പ്രോസസ്സ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, വ്യത്യസ്ത പ്രോസസ്സും വ്യത്യസ്ത എക്വിപ്മെൻറ്റും ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഏതാണ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്? പ്രോസസ് വൈസ് ക്ലാസിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റേഷനാണ് അപ്രോപ്രിയേറ്റ്. എന്തിനു വേണ്ടിയിട്ട്? നല്ല ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വേണം? പ്രോസസ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ സാധ്യമാവണം. നെക്സ്റ്റ്, കമ്പൈൻഡ് ഓർ കോമ്പസിറ്റ് മെത്തേഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. കമ്പൈൻഡ് ഓർ കോമ്പസിറ്റ് മെത്തേഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ ഒന്ന് കൂടുതൽ മെത്തേഡ് ഒരുമിച്ച് ഉപയോഗിക്കുക. നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒന്ന് കൂടുതൽ മെത്തേഡ്, നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഒരുമിച്ച് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് കമ്പൈൻഡ് ഓർ കോമ്പസിറ്റ് മെത്തേഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയും. ശ്രദ്ധിക്കുക, an enterprise may have to combine 2 or more method of departmentation to make best use of all of them. Such method is known as combined or composite method of departmentation. അല്ലേ, ഇതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൂടുതൽ മെത്തേഡുകൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുക? കമ്പൈൻഡ് ഓർ കോമ്പസിറ്റ് മെത്തേഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിച്ചോളാം. എന്താ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പഠിക്കുക, ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും പഠിക്കുക. പിന്നെ അതിൻ്റെ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്, എന്തൊക്കെ മെത്തേഡാണ് ഡിപ്പാർട്ട്മെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.